നമസ്തേ, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ ഇന്ന് 10ാം സ്റ്റാൻഡേർഡിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയെ സംബന്ധിക്കുന്ന വർക്ക്ഷീറ്റുകളാണ് പരിചയപ്പെടുന്നത്. ഇതിൽ 3 വർക്ക്ഷീറ്റുകളാണുള്ളത്. ഒന്നാമതായി നമ്മൾ സാരാംശം പരിചയപ്പെടുന്നു. अकाल और उसके बाद हिंदी के महान कवि नागार्जुन की कविता. हिंदी महानाയ कवि നാഗാർജുന്റെ കവിത. അകാൽ के कारण घर में अनाज नहीं. ക്ഷാമം കാരണം വീട്ടിൽ ധാന്യങ്ങൾ ഇല്ല. ചൂൽഹ റോയ, അടുപ്പ് കരഞ്ഞു. ചക്കി ഉദാസ് थी, ധാന്യങ്ങൾ പൊടിക്കുന്നതായ കല്ല് സങ്കടപ്പെട്ടിരുന്നു. ചൂൽഹ और चक्की के पास कानी कुतिया सोई. അടുപ്പിൻ്റെയും ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ലിൻ്റെയും അടുക്കൽ ഒറ്റ കണ്ണുള്ള പെൺപട്ടി കിടന്ന് ഉറങ്ങി. ചൂഹേ और छिपकलियां खाना न मिलने के कारण निराश थे. എലികളും പല്ലികളും ഭക്ഷണം കിട്ടാത്തതിനാൽ വളരെ നിരാശരായിരുന്നു. കൈ ദിനോं के अकाल के बाद घर में दाने आए. അനേകം ദിവസങ്ങളിലെ ക്ഷാമത്തിന് ശേഷം ധാന്യങ്ങൾ വന്നു. घर के ऊपर धुआं उठने लगा. വീടിന് മുകളിലേക്ക് പുകപടലങ്ങൾ ഉയരുവാൻ തുടങ്ങി. ഖുഷി സേ ഘർ കെ ലോഗോं की आंखें चमकने लगी. സന്തോഷത്താൽ വീട്ടിലുള്ള ആളുകളുടെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. കൗവേ ഘർ കെ പാസ് ആക്കർ പങ്ക് ഉജലാനെ ലഗി. കാക്കകൾ വീടിൻ്റെ അടുക്കൽ വന്നിരുന്ന് ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. സാരി ജഗഹോं पर खुशी व्याप्त होने लगी. എല്ലാ സ്ഥലങ്ങളിലും സന്തോഷം വ്യാപിക്കുവാൻ തുടങ്ങി. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 5 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അകാൽ और उसके बाद कैसी रचना या किस विधा की रचना है. അകാൽ और उसके बाद എന്നുള്ളത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം കവിത. രണ്ടാമത്തെ ചോദ്യം, ചൂൽഹെ കാ റോന और ചക്കി കാ ഉദാസ് ഹോന इसका मतलब क्या है. അടുപ്പ് കരയുക എന്നുള്ളതും അതുപോലെ തന്നെ ധാന്യങ്ങൾ പൊടിക്കുന്നതായ കല്ല് സങ്കടപ്പെടുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം, ജബ് ചൂൽഹ നഹി ജൽത്താ തബ് ചൂൽഹ റോത്താ ഹുവാ സാ ലഗ്താ ഹൈ. അടുപ്പ് കത്താതിരിക്കുമ്പോൾ അടുപ്പ് കരയുന്നതായി തോന്നുന്നു. और जब चूल्हा जलता है तब हंसता हुआ लगता है. അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുപ്പ് ചിരിക്കുന്നതായി തോന്നുന്നു. घर में पीसने के लिए अनाज नहीं था इसलिए चक्की उदास थी. വീട്ടിൽ പൊടിക്കുന്നതിന് വേണ്ടി ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ധാന്യങ്ങൾ പൊടിക്കുന്നതായ കല്ല് സങ്കടപ്പെട്ടിരുന്നു. അനാജ് പീസ്തേ വക്ത് ചക്കി മുസ്കുരാത്തി थी. ധാന്യങ്ങൾ പൊടിക്കുന്നതായ സമയം ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. യഹാ അകാൽ കെ കാരണം ഘറോं में दाने नहीं थे. ഇവിടെ ക്ഷാമം കാരണം വീടുകളിൽ ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. इस कारण चूल्हा नहीं जला और चक्की का उपयोग भी नहीं हुआ. ഈ കാരണത്താൽ അടുപ്പ് കത്തിയില്ല, അതുപോലെ തന്നെ ധാന്യങ്ങൾ പൊടിക്കുന്നതായ കല്ലിൻ്റെയും ഉപയോഗം ഉണ്ടായില്ല. മൂന്നാമത്തെ ചോദ്യം, കൈ ദിനോं तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ये पंक्तियां किस हालत की ओर इशारा करती हैं. ഈ കൊടുത്തിരിക്കുന്ന വരികൾ ഏത് അവസ്ഥയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം, ये पंक्तियां अकाल की ओर इशारा करती हैं. ഈ വരികൾ ക്ഷാമത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. भूख के कारण छिपकलियां दीवार पर इधर उधर टहलती रहती हैं. വിശപ്പ് കാരണം പല്ലികൾ ഭിത്തിയിൽ അവിടെ അവിടെയായി ചുറ്റിത്തിരിയുന്നു. छिपकलियां रोशनी के पास आने वाले कीड़े खाते हैं. പല്ലികൾ പ്രകാശത്തിന്റെ അടുക്കൽ വരുന്നതായ കീടങ്ങളെയാണ്, പ്രാണികളെയാണ് തിന്നുന്നത്. അകാൽ കെ കാരണം ഘർ മേ റോഷ്നി നഹി. ക്ഷാമ കാരണം വീട്ടിൽ പ്രകാശം ഇല്ല, ഇസ്ലിയെ കീടേ ഭി നഹി ഹെ, അതുകൊണ്ട് പ്രാണികളുമില്ല. ഘറോ മേ ദാന നഹി ഹെ ഇസ്ലിയെ ചൂഹോ കി ഹാലത് ഭി ബുരി ഥി. വീടുകളിൽ ധാന്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എലികളുടെയും അവസ്ഥ വല്ലാതെ മോശമായിരുന്നു. അകാൽ കെ കാരണം കഹീം ഭി അന്ന നഹി ഥ. ക്ഷാമം കാരണം ഒരിടത്തും ആഹാരം ഉണ്ടായിരുന്നില്ല. നാലാമത്തെ ചോദ്യം, കവിനെ അകാൽ കാ ചിത്രം കിസ് പ്രകാർ കിയ. കവി ക്ഷാമത്തെ
കുറിച്ച് എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഉത്തരം, അകാൽ കെ ദിൻ സബ്കെ ലിയേ ദുഃഖ് ഓർ നിരാശ കെ ദിൻ ഥേ. ക്ഷാമത്തിന്റെ ദിവസം എല്ലാവരെയും സംബന്ധിച്ചും ദുഃഖത്തിന്റെയും നിരാശയുടെയും ദിവസങ്ങളായിരുന്നു. ക്യോങ്കി അകാൽ കെ കാരണം ഘറോ മേ ദാനെ നഹീ. ക്ഷാമം കാരണം വീടുകളിൽ ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇസ് കാരണം ചൂൽഹ और ചക്കി का उपयोग कोई भी नहीं करता था. ഈ കാരണത്താൽ അടുപ്പിന്റെയും ധാന്യങ്ങൾ പൊടിക്കുന്നതായ കല്ലിന്റെയും ഉപയോഗം ആരും തന്നെ ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ആരും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. ഭൂഖ് കെ കാരണം छिपकलियां दीवार पर इधर उधर टहलती रहती. വിശപ്പ് കാരണം പല്ലികൾ ഭിത്തിയിൽ അവിടെ ഇവിടെയായി ചുറ്റിത്തിരിയുന്നു. छिपकलियां रोशनी के पास आने वाले कीड़े खाते. പല്ലികൾ പ്രകാശത്തിനടുക്കൽ വരുന്നതായ പ്രാണികളെയാണ് തിന്നുന്നത്. അകാൽ കെ കാരണം ഘർ മേ റോഷ്നി നഹീ ഹൈ ഇസ്ലിയേ കീടേ ഭി നഹീ. ക്ഷാമം കാരണം വീട്ടിൽ പ്രകാശമില്ല, അതുകൊണ്ട് പ്രാണികളും ഇല്ല. ഘരോ മേ ദാന നഹീ ഹൈ ഇസ്ലിയേ ചൂഹോ കി ഹാലത് ഭി ബുരി ഥി. വീടുകളിൽ ധാന്യങ്ങളില്ല, അതുകൊണ്ട് എലികളുടെയും അവസ്ഥ വളരെ മോശമായിരുന്നു. അകാൽ കെ കാരണം കഹീ ഭി അന്ന നഹീ ഥാ. ക്ഷാമം കാരണം ഒരിടത്തും ഭക്ഷണം ഉണ്ടായിരുന്നില്ല. चूल्हे का रोना, चक्की का उदास रहना, भीत पर छिपकलियों की गश्त, शिकस्त हालत वाले चूहे आदि से कवि ने अकाल का चित्रण किया. എലി, അടുപ്പിന്റെ കരച്ചിൽ, ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ലിന്റെ നിരാശ, ഭിത്തിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായ പല്ലികൾ, ആഹാരം തേടി പരാജയപ്പെട്ടതായ എലികൾ മുതലായവയാൽ കവി ക്ഷാമത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, ആശയ ലിഖേം. കൈ ദിനോं तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों को भी हालत रही शिकस्त. उत्तरम, यह कवितांश आधुनिक हिंदी के महान कवि नागार्जुन की अकाल और उसके बाद नामक कविता से लिया गया है. ഈ കവിതാ ഭാഗം ആധുനിക ഹിന്ദിയിലെ മഹാനായ കവി നാഗാർജുൻ എഴുതിയതായ അകാൽ और उसके बाद എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അകാൽ കാ സമയ ഥാ. ക്ഷാമ സമയമായിരുന്നു. ഘർ മേ കുച്ച് ഭി അനാജ് നഹീ. വീട്ടിൽ അല്പം പോലും ധാന്യമില്ല. ചൂൽഹേ മേം ഖാന നഹീ പക്കാത്താ ഹൈ. അടുപ്പിൽ ഭക്ഷണമൊന്നും പാകം ചെയ്യുന്നില്ല. ഇസ്ലിയേ വഹ് റോത്താ ഹൈ. അതുകൊണ്ട് അടുപ്പ് കരയുന്നു. ചക്കി അനാജ് ന പീസ്നെ സെ നിരാശ് ഥി. ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് പൊടിക്കാൻ ഇല്ലാത്തതിനാൽ വളരെ നിരാശ ആയിരുന്നു. ചൂൽഹേ और ചക്കി കെ പാസ് ലേട്ട്കർ കാനി കുത്തിയ സോയി. അടുപ്പിന്റെയും ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ലിന്റെയും അടുക്കൽ ഒറ്റക്കണ്ണുള്ളതായ പെൺപട്ടി കിടന്നുറങ്ങി. छिपकलियां और चूहे खाना ढूंढते समय निराशा से घूमते थे. പല്ലികളും എലികളും ഭക്ഷണം അന്വേഷിച്ച് നിരാശയോടെ ചുറ്റിത്തിരിഞ്ഞിരുന്നു. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 5 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അകാൽ और उसके बाद किसकी रचना है या अकाल और उसके बाद नामक रचना किसने लिखी? അകാൽ और उसके बाद ആരുടെ രചനയാണ്? ഉത്തരം, നാഗാർജുൻ. രണ്ടാമത്തെ ചോദ്യം, കവിനെ അകാൽ കെ ബാദ് കാ ചിത്രം കിസ് പ്രകാർ കിയാ ഹൈ? കവി ക്ഷാമത്തിന് ശേഷമുള്ള കാലത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഉത്തരം, കൈ ദിനോ കെ അകാൽ കെ ബാദ് ഘർ കെ ഭീതർ ദാനെ ആഗി. അനേകം ദിവസങ്ങളിലെ ക്ഷാമത്തിന് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ വന്നു. തബ് ചൂൽഹ ജലായ ഗയാ. അപ്പോൾ അടുപ്പ് കത്തിക്കപ്പെട്ടു. और आंगन से ऊपर धुआं उठने लगा. അപ്പോൾ മുറ്റത്തിന് മുകളിലേക്ക് പുകപടലങ്ങൾ ഉയരുവാൻ തുടങ്ങി. ചൂൽഹ ജലാന और धुआं उठना खुशी का संकेत है. ഈ അടുപ്പ് കത്തുക എന്നുള്ളതും പുകപടലങ്ങൾ ഉയരുക എന്നുള്ളതും സന്തോഷത്തിനെ സൂചിപ്പിക്കുന്നു. ഖാന ബനാനെ കി ഖുശി മേ സബ്കി ആങ്കേൻ ചമക് ഉഠി. ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെതായ സന്തോഷത്താൽ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. ബാക്കി ഭോജൻ യാ ജൂഠൻ ലോഗ് ബാഹർ ഫേങ്ക്തേ ഥേ ഉസേ കൗവേ ഖാത്തേ ഥേ. മിച്ചം വരുന്നതായ ഭക്ഷണം അഥവാ എച്ചിൽ ആളുകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവ കാക്കകൾ തിന്നിരുന്നു. ഇസ്ലിയേ ഖാന ബനാത്തെ വഖ്ത് കൗവേ പങ്ക് ഉജലാനെ ലഗി. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതായ സമയത്ത് കാക്കകൾ ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. വീടിന്റെ പരിസരത്തൊക്കെ വന്നിരുന്ന് ആ ഭക്ഷണം പ്രതീക്ഷിച്ച് ചിറകുകൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അകാൽ കെ ബാദ് സബ്കെ ചെഹ്റെ പർ ഖുഷിയായി.
ക്ഷാമത്തിന് ശേഷം എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വ്യാപിച്ചു. മൂന്നാമത്തെ ചോദ്യം, दाने आए घर के अंदर कई दिनों के बाद थुआ उठा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? മേൽക്കൊടുത്തിരിക്കുന്നതായ വരികളിൽ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തരം, കൈ ദിനോക്കെ അക്കാൽക്കെ ബാദ് ഘർക്കെ ഭീതർ ധാന്യാകെ. അനേകം ദിവസങ്ങളിലെ ക്ഷാമത്തിന് ശേഷം വീട്ടിനുള്ളിൽ ധാന്യങ്ങൾ എത്തി. തബ് ചൂൽഹ ജലായ ഗയ. അപ്പോൾ അടുപ്പ് കത്തിക്കപ്പെട്ടു. और आंगन से ऊपर धुआं उठने लगा. മുറ്റത്തിന് മുകളിലേക്ക് പുകപടലങ്ങൾ ഉയരുവാൻ തുടങ്ങി. ചൂൽഹ ജലാന और धुआं उठना खुशी का संकेत है. അടുപ്പ് കത്തിക്കുക എന്നുള്ളതും പുകപടലങ്ങൾ ഉയരുക എന്നുള്ളതും ഇവിടെ സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. നാലാമത്തെ ചോദ്യം, ആശയ ലിഖേ. दाने आए घर के अंदर कई दिनों के बाद धुआं उठा आंगन से ऊपर कई दिनों के बाद चमक उठी घर भर की आंखें कई दिनों के बाद कौवे ने खुजलाई पांखें कई दिनों के बाद. उत्तरम, ये कवितांश आधुनिक हिंदी के महान कवि नागार्जुन की अकाल और उसके बाद नामक कविता से लिया गया है. ഈ കവിതാ ഭാഗം ആധുനിക ഹിന്ദിയിലെ മഹാനായ കവി നാഗാർജുനാൽ എഴുതപ്പെട്ട അകാൽ और उसके बाद എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അകാൽ ബീത് ഗയ, ക്ഷാമം കഴിഞ്ഞു. അനേക് ദിനോं के बाद घर में अनाज आए. അനേകം ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യങ്ങളെത്തി. ഖാന പക്കാനെ സെ ഘർ കെ ഊപ്പർ ധുആ ഉഠനെ ലഗേ. ഭക്ഷണം പാകം ചെയ്യുന്നതിനാൽ വീടിന് മുകളിലേക്ക് പുകപടലങ്ങൾ ഉയരുവാൻ തുടങ്ങി. ഘർ കെ സബ് പ്രാണിയോं की आंखें खुशी से चमकने लगी. വീട്ടിലെ എല്ലാ ജീവജാലങ്ങളുടെയും എലി, പല്ലി, അതുപോലെ തന്നെ ഒറ്റക്കണ്ണുള്ളതായ പെൺപട്ടി, വീട്ടിൽ ഉള്ളതായ മനുഷ്യർ, ഇവരുടെ എല്ലാം കണ്ണുകൾ സന്തോഷത്താൽ പ്രകാശിക്കാൻ തുടങ്ങി. ആവശ്യ ഖാന മിൽനെ കെ കാരൻ ഖുശി സെ കൗവേ ഭി അപ്നെ പങ്ക് ഖുജലാനെ ലഗേ. ആവശ്യമുള്ളതായ ഭക്ഷണം കിട്ടാൻ തുടങ്ങിയത് കാരണം സന്തോഷത്താൽ കാക്കകൾ തൻ്റെ ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. അടുത്ത ചോദ്യം, ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്നതാണ്. പല പ്രാവശ്യം ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ ശീർഷക് അഥവാ ടൈറ്റിൽ കൊടുത്തിരിക്കണം. രണ്ടാമത് 3 പാരഗ്രാഫായിട്ടാണ് നമ്മൾ ആസ്വാദന ടിപ്പണി തയ്യാറാക്കേണ്ടത്. ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതായ അല്ലെങ്കിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഈ കവിതയുമായി ബന്ധപ്പെട്ടുള്ളതായ വിശ്ലേഷണം ഉണ്ടാവണം. യഥാർത്ഥത്തിൽ വിശ്ലേഷണം അല്ല, തന്നിരിക്കുന്ന കവിതയുടെ ആശയമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വരികളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഈ ആസ്വാദന ടിപ്പണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് കവിതയെ യുടെ ആശയം വിശദീകരിച്ച് കാണുന്നതാണ്. 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായി ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ. ഇതിലെ ഭൂമിക അഥവാ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങൾ കവി, കവിത, വിഷയിക പരിചയ, ശീർഷക ഔചിത്യം, തലക്കെട്ടിൻ്റെ ഔചിത്യം. അവസാനം ഉപസംഹാരം അഥവാ കൺക്ലൂഷനിൽ വരേണ്ടത് ഈ കവിത എത്രമാത്രം ഇക്കാലത്തിന് ചേരുന്നതാണ്, സാന്ദർഭികത്വം എത്രമാത്രമുണ്ട്, അതുപോലെ ഈ കവിതയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്താണ്, ഈ കവിതയെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. 5ാമത്തെ ചോദ്യം, അകാൽ और उसके बाद कविता की ആസ്വാദന ടിപ്പണി തയ്യാർ കരേ. അകാൽ और उसके बाद എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ, കവിതയ്ക്ക് ചേരുന്ന രീതിയിൽ ടൈറ്റിൽ കൊടുക്കാം. ഇല്ല എങ്കിൽ അകാൽ और उसके बाद कविता की ആസ്വാദന ടിപ്പണി എന്ന് വേണമെങ്കിലും എഴുതാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അകാൽ കാ ഝഞ്ചട്ട് ശേഷ് ഖുശി, ക്ഷാമത്തിന്റെ സങ്കടം ശേഷം സന്തോഷം. ആധുനിക് ഹിന്ദി के महान कवि नागार्जुन की प्रसिद्ध कविता है अकाल और उसके बाद. ആധുനിക ഹിന്ദിയിലെ മഹാനായ കവി നാഗാർജുന്റെ വളരെ പ്രസിദ്ധമായ കവിതയാണ് अकाल और उसके बाद. इस कविता से कवि अकाल और अकाल के बाद के समय का वर्णन करते हैं. ഈ കവിതയിൽ കൂടി കവി ക്ഷാമത്തെക്കുറിച്ചും ക്ഷാമത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചുമുള്ളതായ വർണ്ണനയാണ് നടത്തുന്നത്. കവി പേലെ അകാൽ കെ സമയ കാ വർണ്ണന ഇസ് പ്രകാർ करते हैं. കവി ആദ്യ ഭാഗത്ത് ക്ഷാമത്തെ സംബന്ധിച്ച് ഈ രീതിയിൽ വർണ്ണിക്കുന്നു. അകാൽ കാ സമയ ഥാ, ക്ഷാമ സമയമായിരുന്നു. घर में कुछ भी अनाज नहीं है, വീട്ടിൽ അല്പം പോലും ധാന്യങ്ങളില്ല. ചൂൽഹെ മേ ഖാന നഹി പക്കാത്ത ഹെ, അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുന്നില്ല.
इसलिए वह रोता है, അതുകൊണ്ട് അടുപ്പ് കരയുന്നു. ചക്കി അനാജ് ന പീസ്നെ സെ നിരാശ് ഥി. ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് ധാന്യങ്ങൾ പൊടിക്കാൻ കിട്ടാത്തതിനാൽ വളരെയധികം നിരാശയായിരുന്നു. ചൂൽഹെ और ചക്കി के पास लेकर कानी कुतिया सोई. അടുപ്പിന്റെയും ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ലിന്റെയും അടുക്കൽ കിടന്ന് ഒറ്റക്കണ്ണുള്ളതായ പെൺപെട്ടി ഉറങ്ങി. छिपकले और चूहे खाना ढूंढते समय निराशा से घूमते थे. പല്ലികളും എലികളും ഭക്ഷണം അന്വേഷിച്ച് നിരാശരായി ചുറ്റിത്തിരിഞ്ഞിരുന്നു. അകാൽ ബീത് ഗയ. ക്ഷാമം കഴിഞ്ഞു. അനേക ദിനോं के बाद घर में अनाज आए. അനേകം ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ എത്തി. ഖാന പക്കാനെ സെ ഘർ കെ ഊപ്പർ ധുആം ഉഠ്നെ ലഗി. ഭക്ഷണം പാകം ചെയ്തതിനാൽ വീടിന് മുകളിലേക്ക് പുകപടലങ്ങൾ ഉയരുവാൻ തുടങ്ങി. घर के सब प्राणियों की आंखें खुशी से चमकने लगी. വീട്ടിലെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണികളുടെയും മനുഷ്യർ ഉൾപ്പെടെയുള്ളതായ എല്ലാ ജീവജാലങ്ങളുടെയും കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങാൻ തുടങ്ങി. ആവശ്യ ഖാന മിൽനെ के कारण खुशी से कौवे भी अपने पंख फैलाने लगे. ആവശ്യമുള്ളതായ ഭക്ഷണം കിട്ടാൻ തുടങ്ങിയതിനാൽ സന്തോഷം കൊണ്ട് കാക്കകളും തന്റെ ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. इस कविता की भाषा सरल है. ഈ കവിതയുടെ ഭാഷ വളരെ सरलമാണ്. अकाल की विषमता और अकाल के बाद की खुशी का वर्णन करने में कवि पूर्ण सफल हुई. ക്ഷാമത്തിന്റെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും ക്ഷാമത്തിന് ശേഷമുള്ളതായ സന്തോഷത്തെ സംബന്ധിച്ചും വർണ്ണിക്കുന്നതിൽ കവി പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ വളരെ ലഘുവായ 8 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചക്കി ക്യോ ഉദാസ് രഹി. ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടിരുന്നത്? ഉത്തരം, പീസ്നെ കെ ലിയെ ദാന ന മിൽനെ കെ കാരണം ചക്കി ഉദാസ് രഹി. പൊടിക്കാൻ ധാന്യങ്ങൾ കിട്ടാതിരുന്നതിനാൽ ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് വിഷമിച്ചിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ചൂൽഹ ക്യോ റോയ. അടുപ്പ് എന്തിനാണ് കരഞ്ഞത്? ഉത്തരം, ഖാന പക്കാനെ കെ ലിയെ ന മിൽനെ കെ കാരണം ചൂൽഹ റോയ. ഭക്ഷണം പാചകം ചെയ്യാൻ കിട്ടാതിരുന്നതിനാൽ അടുപ്പ് കരഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, കാനി കുത്തിയ ക്യാ കർ രഹി ഥി. ഒറ്റക്കണ്ണുള്ളതായ പെൺപട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം, കാനി കുത്തിയ ചൂൽഹ और ചക്കി के पास സോ രഹി ഥി. ഒറ്റക്കണ്ണുള്ളതായ പെൺപട്ടി അടുപ്പിന്റെയും ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ലിന്റെയും അടുക്കൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാലാമത്തെ ചോദ്യം, छिपकलियां क्या कर रही थी. പല്ലികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഉത്തരം, छिपकलियां इधर उधर गश्त कर रही थी. പല്ലികൾ അവിടെ എവിടെയായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു, ആഹാരം തേടി ചുറ്റിത്തിരിഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം, ചൂഹെ ക്യാ കർ രഹേ ഥേ. എലികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം, ചൂഹെ ഖാന ഢൂണ്ട്കർ പരാസ്ത ഹോ രഹേ. എലികൾ ഭക്ഷണം അന്വേഷിച്ച് പരാജയപ്പെട്ടിരുന്നു, ഭക്ഷണം കിട്ടാത്തതിനാൽ വിഷമിച്ചിരുന്നു. ആറാമത്തെ ചോദ്യം, സബ്കി ആഖേ കബ് ചമക്കുടി. എല്ലാവരുടെയും കണ്ണുകൾ എപ്പോഴാണ് തിളങ്ങിയത്? ഉത്തരം, घर में खाना पकाने से सबकी आंखें चमक उठी. വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. ഏഴാമത്തെ ചോദ്യം, കവ്യനെ കൈ ദിനോं के बाद पांखें खुजलाएं क्यों. കാക്കകൾ അനേകം ദിവസങ്ങൾക്ക് ശേഷം ചിറകുകൾ ചൊറിഞ്ഞു, എന്തുകൊണ്ട്? കവ്യനെ കൈ ദിനോं के बाद खाना मिलने की खुशी से पांखें खुजलाएं. കാക്കകൾ അനേകം ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണം കിട്ടിയതിനാൽ സന്തോഷം കൊണ്ട് ചിറകുകൾ ചൊറിഞ്ഞു. എട്ടാമത്തെ ചോദ്യം, ആംഗൻ കെ ഊപ്പർ കബ് ധുആം ഉഠ. മുറ്റത്തിന് മുകളിൽ എപ്പോഴാണ് പുകപടലങ്ങൾ ഉയർന്നത്? ഉത്തരം, ജബ് ഖാന പക്കാനെ ലഗി തബ് ആംഗൻ കെ ഊപ്പർ ധുആം ഉഠ. ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുറ്റത്തിന് മുകളിലേക്ക് പുകപടലങ്ങൾ ഉയരുവാൻ തുടങ്ങി. ഇത്രയുമാണ് ഈ കവിതയുമായി ബന്ധപ്പെട്ട് അകാൽ और उसके बाद എന്ന കവിതയുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷീറ്റുകൾ, അവയുടെ ഉത്തരങ്ങൾ. നിങ്ങൾ ഇത് പാഠഭാഗം വായിക്കുന്നതിനോടൊപ്പം തന്നെ കവിത വായിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുതിയ പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.